ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? കുഞ്ഞുങ്ങൾക്ക് ഈ ലൊക്കേഷനൊക്കെ ഇഷ്ടമായോ? ഇത് നമ്മുടെ കുറവിലങ്ങാട് നമ്മുടെ കുര്യനാളിലെ PDM സെൻറ്ററിലാണ് കേട്ടോ. ഇന്ന് ജസ്റ്റ് ഇവിടെ വന്നായിരുന്നു ദൈവവിളി ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഇപ്പോൾ തിരിച്ചു പോവാണ് കേട്ടോ. നാളെയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നിങ്ങളെ പെട്ടെന്ന് ഓടി വന്ന്, പക്ഷെ നിങ്ങൾക്ക് വരാം. ഇവിടെ അച്ഛന്മാർക്ക് ധാരാളം കൊണ്ട് നിൽക്കേണ്ട പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകം ക്ഷണിക്കുകയാണ്. പിന്നെ അതേപോലെ നിനക്ക് വാഴക്കുളത്ത് അഭിഷേക് സെൻറ്ററിൽ സ്പിരിച്വൽ ഷെയറിങ്ങിൻ്റെ അവസരം അവിടെയും പോകാം. പിന്നെ അട്ടപ്പാടി പോകാം. എല്ലാം നമ്മുടെ സ്ഥലങ്ങളല്ലേ, കർത്താവിൻ്റെ കരുണയല്ലേ. അസഹ്യോനിൽ പോകാം, റുഹാമൗണ്ടിൽ പോകാം. എല്ലാം നമ്മുടെ ഒരു കുടുംബമാണ് കേട്ടോ. അല്ലേ ലുയ്യ. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ റെഡി ഇന്ന് കാര്യങ്ങളൊക്കെ വായിക്കും. നിങ്ങളുടെ വിഷയം അറിയാൻ വാ ഒരു സാക്ഷ്യമായി. ഇതെനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഒരു സ്വന്തം ഫാമിലിയാണ്. ഞങ്ങളെല്ലാവരും കുടുംബാംഗങ്ങളാണ് കേട്ടോ. ആ ഫാമിലി വന്നപ്പോൾ സാക്ഷ്യം എഴുതി തന്ന, അവർ നേരിട്ട് സാക്ഷ്യം തന്നാണ്. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ബെനേച്ച്, ആദ്യം തന്നെ ഈശോ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അനുദിനം ചൊരിയുന്ന എല്ലാ നന്മകൾക്കും നന്ദി സമർപ്പിക്കുന്നു. ഞങ്ങൾ കുഞ്ഞ് ജനിച്ച സമയം അതിൽ ഒരുപാട് കരയുന്ന കുഞ്ഞായിരുന്നു. ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുനടന്ന നേഴ്സ് പോലും പറഞ്ഞത് ഇങ്ങനെ കരയുന്ന കുട്ടികൾ വളരെ കുറവാണെന്നുള്ളതാണ്. എന്തിനാണ് കരയുന്നതെന്ന് പലപ്പോഴും അറിയത്തില്ലായിരുന്നു. സാധാരണ കുഞ്ഞുങ്ങൾ പിന്നെ ഉറങ്ങാനോ അല്ലെങ്കിൽ വിശന്നിട്ടോ ഒക്കെയാണ് കൂടുതൽ കരയുന്നത്. എന്നാൽ ഇവൾ രാത്രിയോ പകൽ എന്നതിൽ ഏത് നേരം ഇങ്ങനെ കരയുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഞങ്ങളുടെ പാരൻസ് എന്നെ ഈ കുട്ടി എന്താ ഇങ്ങനെ കരയുന്നതെന്നൊക്കെ പലപ്പോഴും പറയുമ്പോൾ അങ്ങനെ ചിന്തിച്ചു പോകും. കുഞ്ഞിൻ്റെ മാമോദീസ അവൾ ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു. ഒരു ദിവസം ബെനോയിച്ചൻ്റെ ഷോർട്ട് ടോക്കിൽ തൊണ്ടയിൽ മീൻമുള്ള് മാറാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ടോക്ക് കണ്ട് പ്രാർത്ഥിച്ച ഒരു സാക്ഷ്യം കേട്ടു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അനുഭവമാണ് അല്ലേ. വല്ല ശരിക്കും പറഞ്ഞ് മീൻമുള്ള് മാറാൻ വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? വളരെ സാധനം എടുത്തുണ്ടോ ഡോക്ടറെ കാണാൻ. പക്ഷെ നമുക്കതിനകത്തൊരു ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ തലമുണ്ട്. അവനനുഭവം എങ്കിലും ഈശോയുള്ള വലിയ വിശ്വാസം അതിനകത്തുണ്ടായിരുന്നു. ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, ഈശോയെ മാമോദീസായിൽ, അപ്പോൾ നോക്കിയേ ഈ കുടുംബത്തിൻ്റെ മാമോദീസായിലൂടെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റി തരണമേ, ഞാൻ സാക്ഷി എഴുതിക്കൊള്ളാം. മാമോസ വരെ ഞാൻ ആ അച്ഛൻ്റെ ചെറിയ ടോക്കൊക്കെ കണ്ട ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോളാമെന്ന് തീരുമാനം എടുത്തു. നോക്കിയേ പ്രിയപ്പെട്ട സഹോദരൻ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം നോക്കിയേ. പെട്ടെന്ന് നോക്കിയേ ഒരു വിശ്വാസം വരുന്നത്, വിശ്വാസത്തിൻ്റെ പ്രവർത്തനമാണ്. നമുക്കൊരു സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വിശ്വാസം വരിക. അപ്പോൾ ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അടുത്തൊരു പ്രേരണ കൊടുക്കും. ഈ ഫാമിലി എപ്പോഴും ടോക്ക് കേൾക്കുന്ന പക്ഷെ ആ സമയത്ത് അങ്ങനെ തോന്നണില്ല. അത് ശരിയാണ്. പെട്ടെന്ന് ആത്മാവിൻ്റെ പ്രവർത്തനം കണ്ടോ, ഒരു പരിശുദ്ധാത്മ പ്രവർത്തനം. അപ്പോൾ പ്രവർത്തനം വരെയാണ് മാമോദീസായിലൂടെ കർത്താവ് തൊട്ടും. അതുവരെ ടോക്ക് കേട്ട ആശ്വാസമായിരിക്കും അല്ലേ. ഇവരെങ്ങനെ പ്രാർത്ഥിക്കും? അത്ഭുതമെന്ന് പറയട്ടെ. പിന്നെ എൻ്റെ ഈശോ വിശ്വസനായ മാമോദിസ കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ കരച്ചിൽ മാറി. കൊച്ച് നല്ല ചിരിക്കുന്ന സന്തോഷമുള്ള കൊച്ചാക്കി കർത്താവ് അങ്ങോട്ട് മാറ്റി. കർത്താവിന് വലിയൊരു കൃപയായിട്ട് ഞാൻ കൊച്ചിനെ കണ്ടതാണ്. ഈശോയുടെ വലിയൊരു മഹത്വമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ കാര്യമായിട്ട് നമ്മൾ വിചാരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പിള്ളേർ കരയാൻ തുടങ്ങുമ്പോൾ നമുക്ക് വിവരം മനസ്സിലാവും അല്ലേ. പക്ഷെ ദൈവം ഇടപെട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, നമുക്ക് ഓരോ കാര്യങ്ങളിലും നിങ്ങൾ എപ്പോഴും ഇങ്ങനെ വചനം കേൾക്കുമ്പോഴോ ടോക്ക് കേൾക്കുമ്പോഴോ ആശീർവാദം ഇരിക്കുമ്പോഴോ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരം പെട്ടെന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. ഉദാഹരണം പറഞ്ഞ് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഇങ്ങനെ ഈശോ വന്നിങ്ങനെ പറയുന്ന പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞ് ചില സാക്ഷ്യങ്ങൾ കേട്ട് ഓർക്കുന്നില്ലേ. അതെന്നാണെങ്കിൽ വെളുപ്പിന് 3 മണിക്ക് എഴുതിയ ടോക്ക് എടുപ്പോൾ കുരിശിൻ്റെ വഴി ഇരുന്നാൽ ആഗ്രഹം തോന്നി എന്ന് പറയുന്നത് പോലെ ആത്മാവ് ഈ ടോക്കിൻ്റെ സമയത്ത് ഇത്രയും പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. ആ ആത്മാവിൻ്റെ സ്വരം കേട്ട് നിങ്ങൾ പൊക്കോ, കണ്ണടച്ച് പൊക്കോ, കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് വേഷം നോക്കി വിശ്വസിക്കരുത് എന്നുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ 15 വ്യാജ പ്രവാചകന്മാരെന്നാണ് തലക്കെട്ട്. മനോഹരമൊരു വചനമാണ്. വചനങ്ങൾ എന്ന് പറയുക, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്നിട്ട് പറയുക, ഉള്ളിൽ അവർ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാണ്. നിങ്ങൾ എന്ത് ചോദിക്കുക എൻ്റെ പ്രിയ സഹോദരൻ? ഇപ്പോൾ കുറേ നിങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തേ, അതായത് കുറേ ആടുകൾ നടക്കുന്നു അല്ലേ. അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ചെന്നായും ശരിക്കും ആടിൻ്റെ വേഷം തന്നെയാണ്. നിങ്ങൾ ചുമ്മാ ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ, ഇത് ആടാന്നല്ലേ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴല്ലേ അപകടം മനസ്സിലാവുള്ളൂ. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുറേ അധികം സംഭവിച്ചിരുന്ന സാധ്യതയുണ്ട്. ഒരുപാട് നിങ്ങൾ ഇവരെ നമ്മൾ അതുപോലെ നമ്മുടെ ചങ്കാണെന്നൊക്കെയല്ലേ ഇന്നത്തെ ലാംഗ്വേജ് അല്ലേ എന്ന് പറയുന്നത്, അതുപോലെയൊക്കെ വിശ്വസിച്ച് വിറയ്ക്കുന്ന ആൾക്കാർ. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇവൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സംഗതി ഉണ്ടായിരുന്നു, നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിൽ അനുഭവം ഉണ്ടാകാത്ത ഒരാൾ പോലും ഈ ടോക്ക് കേൾക്കുന്നവരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പറയാൻ കരുത്ത അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ വിശ്വാസത്തിൻ്റെ തലത്തിലും വരുമെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അവസാന കാലഘട്ടം ആകുമ്പം ഒരുപാട് വ്യാജ പ്രവാചകന്മാർ ഇതുപോലെ വരും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ല ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയല്ല. പിന്നെ മനസ്സിലാക്കാനുള്ള ഏക മാർഗ്ഗം കർത്താവ് വഴി പറഞ്ഞു, നിങ്ങൾ ഫലങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും.
പിശാചിന് ഒരിക്കലും നന്മ പുറപ്പെടുവിക്കാൻ പറ്റും. നന്മയുടെ ഫലം പിശാചിന് എളുപ്പപ്പെടാൻ പറ്റിയല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഏത് വ്യക്തികളെയും ഈ ഫലങ്ങളിൽ നിന്ന് തിരിച്ചറിയാവുന്നതാണ് ബൈബിളിൽ പറയുന്നത്. അപ്പോൾ ഒരു ഡിസൈൻമെൻറ്റ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെയാണ്, ഫലങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈശോ കൊളോസസ് ലേഖനത്തിൽ പല ഭാഗത്തിൽ പറഞ്ഞത്, നിങ്ങൾ കാരുണ്യ, ക്ഷമ, ദയ, വിനയം, സൗമ്യത എന്നൊക്കെ ധരിക്കാൻ വേണ്ടി പറയുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഫലങ്ങളെന്ന് പറയുന്നത്, ഒരു വ്യക്തികൾ കാണുന്ന ഫലങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ അത് ഏത് ഫീൽഡിലുള്ളവരാണെങ്കിലും, എത്ര ടോപ്പ് എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിലും, അത് എന്താ പറയണത്, നമ്മൾ 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട വ്യക്തികളൊക്കെ അന്നൊക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ നോക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അവരിലുണ്ടെന്നുള്ളതാണ്. ഫലം ഇനി നോക്കിയ നാട്ടുകാരെ നോക്കുന്ന നിർത്തിയപ്പോൾ തൽക്കാലം നമ്മളിലേക്ക് നോക്കുക അല്ലേ. നോക്കുക നമ്മളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളൊക്കെ എന്തുമാത്രം ഉണ്ട് കർത്താവേ അല്ലേ. ചിന്തിച്ച് നോക്കിയേ, സത്യം പറഞ്ഞ ഫലം വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ഒരാൾ ദേഷ്യപ്പെട്ട് നമ്മളോട് എതിർത്ത് പറയുമ്പോഴല്ലേ ക്ഷമ എന്ന് പറഞ്ഞ ഫലം പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ഫലങ്ങൾ വളരെ കുറവായിരിക്കും മനുഷ്യരിൽ. ശ്രദ്ധിക്കണം, നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കൂടെയുണ്ട് കേട്ടോ. എന്തായാലും കുഞ്ഞുങ്ങൾ ഇങ്ങനത്തെ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഒന്നായി സ്തുതിക്കാം. ഈശോയെ ആരാധന 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 ആരാധന. കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. കർത്താവായ ദൈവമേ, കുടുംബങ്ങളെല്ലാം ആശീർവദിക്കുന്നു. കർത്താവ് ശരിക്കും പറഞ്ഞാൽ ഫലങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഗിഫ്റ്റ് ഓഫ് ഡിസൈൻമെൻറ്റ് ഇന്ന് ടോക്ക് കേട്ടോ ഓരോരുത്തരിലും ഈശോയുടെ നാമത്തിൽ ആവസിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവ് നിങ്ങൾ ചിലപ്പോൾ ദുഷ്ടാര ഈശോ എന്നത് ബന്ധിക്കുന്നു. കർത്താവായ ദൈവം പ്രത്യേകിച്ച് കർത്താവ് കുഞ്ഞുങ്ങളുടെ നിർത്താതെയുള്ള കരച്ചിൽ, അങ്ങനത്തെയുള്ള പാടുപാട് കരയുന്ന ഓരോ കുടുംബങ്ങളെ അവരുടെ വിഷമങ്ങളെ ആശീർവദിക്കും. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശരീരം ഈ ആശീർവാദ സമയത്ത് ഇങ്ങനത്തെയുള്ള കരച്ചിലുകൾ ദുർദശ യേശു നാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടുമാറ സൗഖ്യം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങൾ വലിയ സന്തോഷം കൊണ്ടും കൃപ കൊണ്ടും നിറയപ്പെടാൻ ഇടവരട്ടെ എന്ന് ആശീർവദിക്കും. വിശുദ്ധ കുരിശിനാൽ നിങ്ങളുടെ നിയമങ്ങളെല്ലാം ആശീർവദിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.